നമസ്കാരം. KSRന്റെ 39ാമത്തെ എപ്പിസോഡ്. വീണ്ടും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2025 നടന്ന എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെ ആയിട്ടുള്ള KSR ആണ്. കോണ്ടസ്റ്റ് ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ജാനുവരി 2025 നടന്ന ചോദ്യപേപ്പറിന്റെ പകുതി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി പകുതിയാണ് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാണ്. മിസ്കാരേജ് ലീവ് എന്ന് പറയണ്ടല്ലോ, ഗർഭഛിദ്രവുമായിട്ട് ബന്ധപ്പെട്ട ലീവ് എത്രയാണ്? ഈ മിസ്കാരേജ് ലീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെറുതെ പിന്നെ മെറ്റേണിറ്റി ഓൺ അബോർഷൻ എന്നതിന് ശരിക്കുള്ള ഒരു വാക്ക്, അതായത് മാതൃത്വത്തിൽ വേണ്ടിയിട്ട് നടക്കുമ്പോഴുള്ള അബോർഷൻ ആവുന്നത്, പർപ്പസ്ഫുള്ളി അല്ല. അപ്പോൾ അതിന് 42 ദിവസമാണ് ലീവ്. ഡയസ്ട്രോൺ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരി? ഡയസ്ട്രോൺ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരി? നോക്കട്ടെ. ഇറ്റ് ഈസ് കൗണ്ടഡ് ഫോർ സാലറി. തെറ്റാണ്. അത് ശമ്പളത്തിന് വേണ്ടി പരിഗണിക്കില്ല ഡയസ്ട്രോൺ. അത് ശരിയല്ല, തെറ്റാണ്. ദെൻ ഇറ്റ് ഈസ് കൗണ്ടർ ഫോർ ഏൺ ലീവ്. ഏൺ ലീവിന് പരിഗണിക്കും? ഇല്ല, ഏൺ ലീവിനും പരിഗണിക്കില്ല. സ്റ്റേറ്റ്മെന്റാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് കൗണ്ടഡ് ഫോർ ഇൻക്രിമെന്റ്. ഇത് ഇൻക്രിമെന്റിന് പരിഗണിക്കും. ശരിയാണ്, ഇൻക്രിമെന്റിന് പരിഗണിക്കും എന്നതാണ് ശരി. അടുത്ത ചോദ്യം. അനുവദനീയമായ പരമാവധി സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് എത്രയാണ്? സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ മനസ്സിലാക്കണേ. സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് ശരിക്കും 5 ഇൻക്രിമെന്റാ റെഗുലർ ജീവനക്കാർക്ക്. സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് അതായത് ഒരു സ്കെയിലിന്റെ അങ്ങേയറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ, ഒരാളുടെ ബേസിക് പേ ഒരു സ്കെയിൽ ഓഫ് പേയുടെ അങ്ങേയറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് കൊടുക്കുന്ന ഇൻക്രിമെന്റ് ആണ് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത്. അത് റെഗുലർ ജീവനക്കാർക്ക് 5 ഇൻക്രിമെന്റ്, പാർട്ട് ടൈം ആണെങ്കിൽ 3 ഇൻക്രിമെന്റ് ആണ് എന്നത് ഓർമ്മിച്ചിരിക്കുക. മുൻകൂറായി പെൻഷൻ അനുവദിക്കുന്ന സാഹചര്യത്തിൽ അനുവദനീയമായ DCRG എത്രയാണ്? മുൻകൂറായിട്ട് പെൻഷൻ അനുവദിക്കുകയാണെങ്കിൽ അതിന് അനുവദനീയമായ, അത്തരം സാഹചര്യത്തിൽ അനുവദനീയമായ DCRG എന്ന് പറയുന്നത് 75%. 75%. സബ്സിസ്റ്റൻസ് അലവൻസിൽ നിന്ന് നിർബന്ധമായും പിടിക്കാവുന്ന തുക ഏതാണ്? ഒരാള് സസ്പെൻഡ് ചെയ്യപ്പെട്ടു, ഗുരുതരമായ എന്തെങ്കിലും കുറ്റത്തിന് സസ്പെൻഡ് ചെയ്യപ്പെട്ടാൽ അതിൽ നിന്ന് അപ്പോൾ അയാൾക്ക് എന്ത് കിട്ടും? സബ്സിസ്റ്റൻസ് അലവൻസ് കിട്ടും. ഈ സബ്സിസ്റ്റൻസ് അലവൻസിൽ നിന്ന് പിടിക്കാവുന്ന, നിർബന്ധമായും പിടിക്കേണ്ട ഒരു തുക ഏതാണ്? ഈ സബ്സ്റ്റൻസ് അലവൻസിൽ നിന്ന് പല വിഡ്രോവൽസ് ഉണ്ടാവും. അത് ചിലത് ഓപ്ഷനിലായിരിക്കും, ചിലത് നിർബന്ധമായിട്ടും പിടിക്കാവുന്നതായിരിക്കും. ഇവിടെ തന്നതിൽ SLI സബ്സ്ക്രിപ്ഷൻ നിർബന്ധമല്ല, LIC പ്രീമിയം നിർബന്ധമല്ല, ഗ്രൂപ്പ് ഇൻഷുറൻസ് അത് നിർബന്ധമാണ്. ഗ്രൂപ്പ് ഇൻഷുറൻസ് സബ്സ്ക്രിപ്ഷൻ സബ്സിസ്റ്റൻസ് അലവൻസിൽ നിന്ന് പിടിക്കണമെന്ന് നിർബന്ധമാണ്. അടുത്ത ചോദ്യം. ഫോറിൻ സർവീസിലായിരിക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ അവധി എടുക്കുകയാണെങ്കിൽ ലീവ് സാലറി നൽകേണ്ടത് ആരാണ്? ഫോറിൻ സർവീസിലായിരിക്കുമ്പോൾ അവിടുന്ന് അയാൾ ലീവ് എടുത്തു. അയാൾ ലീവ് എടുത്താൽ ആ സാലറി, ആ ലീവിന് സാലറി ഉണ്ടാവുമല്ലോ, ആ സാലറി കൊടുക്കേണ്ടത് അവിടുത്തെ ആ ഫോറിൻ എംപ്ലോയർ ആണ്. ഫോറിൻ എംപ്ലോയർ ആണ് ലീവ് സാലറി കൊടുക്കേണ്ടത്. ഒരു ജീവനക്കാരൻ ഹെഡ് ക്വാർട്ടേഴ്സിന് പുറത്ത് 10 മണിക്കൂർ തങ്ങി, ഹോൾട്ട്, അനുവദനീയമായ പരമാവധി DA എത്രയാണ്? ഒരു ജീവനക്കാരൻ സ്റ്റേഷന് പുറത്ത് 10 മണിക്കൂർ ഹോൾട്ട് നടത്തി, എത്ര DA കൊടുക്കാമെന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ. 6 മണിക്കൂറിന് മേലെ 12 മണിക്കൂർ വരെ അര DA ആണ് ഹോൾട്ട്. 12ന് മുകളിൽ 24 മണിക്കൂർ വരെ 1 DAയുമാണ് നമ്മൾ കൊടുക്കുന്നത്. 6 മുതൽ 12 മണിക്കൂർ വരെ അര DA, 12 മണിക്കൂർ കഴിഞ്ഞാൽ 1 DAയുമാണ് കൊടുക്കുന്നത്. ഇത് മനസ്സിലാക്കിയിരുന്നാൽ മതി. താഴെ പറയുന്നവയിൽ ഏത് ലീവാണ് അവധിക്കാലത്തിന് മുമ്പായിട്ട് ചേർക്കാൻ പറ്റാത്തത്? അവധിക്ക് മുമ്പായിട്ട് ചേർക്കാൻ പറ്റാത്ത ലീവ് ഏതാണെന്നാ ചോദ്യം. നമ്മൾ 60. ആ ചോദ്യത്തിന് മുമ്പ് ഒരു ചോദ്യം വിട്ടുപോയിട്ടുണ്ട്, ആ ചോദ്യം പറയട്ടെ. ഡെയിലി അലവൻസ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ്. ഡെയിലി അലവൻസ് ഏത് വിധത്തിലാണ് കണക്ക് കൂട്ടുന്നത്?
അത് അയാളുടെ ബേസിക് പേയുടെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം 70,000 ബേസിക് പേയും 70,000-ന് മുകളിൽ ബേസിക് പേ ഉണ്ടെങ്കിൽ അയാളെ നമ്മൾ എന്ത് പറയും? ഗ്രേഡ് 1 ഓഫീസർ എന്ന് പറയും. അപ്പോൾ ബേസിക് പേയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഡെയിലി അലവൻസ് കണക്ക് കൂട്ടുന്നത്. അടുത്ത ചോദ്യം, ഒരു ഗ്രേഡ് 2 ഓഫീസർ, ഗ്രേഡ് 2B ഓഫീസർ ഔട്ട്സൈഡ് കേരളയെ വർക്ക് ചെയ്യുന്നെങ്കിൽ അവർക്ക് എടുക്കുന്ന പിന്നെ ഡെയിലി അലവൻസ് എത്രയാണ്? DA അഡ്മിസിബിൾ ഫോർ എ ഗ്രേഡ് 2B ഓഫീസർ ഔട്ട്സൈഡ് കേരള. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഔട്ട്സൈഡ് കേരളയും ഇൻസൈഡ് കേരളയും ഡെയിലി പിന്നെ ഡെയിലി അലവൻസ് DAയുടെ കാര്യത്തിൽ മാറ്റമുണ്ട്. അത് നമ്മൾ ഇത്രയും ഓർമ്മിച്ചിരുന്നാൽ മതി. ഇപ്പൊ 2B ആണെങ്കിൽ 650, ഇവിടെയാണെങ്കിൽ 500. അപ്പോൾ ഈ കേരളവും ഔട്ട്സൈഡും തമ്മിൽ എല്ലാ കാറ്റഗറിയിലും 150 രൂപ അധികമുണ്ട് ഔട്ട്സൈഡിൽ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഗ്രേഡ് 1 ഓഫീസർക്ക് ഇവിടുത്തെ DA എത്രയാ? 600. അത് ഔട്ട്സൈഡ് കേരളയാണെങ്കിൽ 750 കിട്ടും. ഇവിടെ ബാക്കി രണ്ട് വിഭാഗം ഗ്രേഡ് 2A-യും 2B-യും 500. അത് ഔട്ട്സൈഡ് ആണെങ്കിൽ 650 കിട്ടും. മറ്റത് ഗ്രേഡ് 3, 4-ഉം 350 വീതമാണ് ഡെയിലി അലവൻസ് കേരളത്തിൽ. എന്നാൽ ഔട്ട്സൈഡ് കേരളയാണ്, അവർക്ക് 500 വീതം കിട്ടും. 150 രൂപ വർധനമാണ് കേരളവുമായിട്ട് DA-യിൽ പുറത്തേക്ക്, കേരളത്തിന് പുറത്താണെങ്കിൽ. അടുത്ത ചോദ്യം, ഏത് ലീവാണ് വിച്ച് among the following leave can be prefixed with vacation? വെക്കേഷന് പ്രഫിക്സ് ചെയ്യാവുന്ന, വെക്കേഷൻ പ്രഫിക്സ് ചെയ്യാവുന്ന ലീവ് ഏത്? ഇവിടെ അപ്പൻഡിക്സ് 12A, 12B, 12C ഒക്കെ പറയുന്നുണ്ട്. ഈ ലീവുകൾക്കൊന്നും പ്രഫിക്സും സഫിക്സും ഇല്ല. നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ഈ അപ്പൻഡിക്സ് 12-ൽ വരുന്ന ലീവുകൾക്കൊന്നും തന്നെ പ്രഫിക്സും അനുവദിക്കില്ല, സഫിക്സും അനുവദിക്കില്ല. ഫ്രം ടു മാത്രമേ ഉള്ളൂ. ഇവിടെ ചോദ്യം അതല്ല, ഏത് ലീവാണ് പ്രഫിക്സ് ചെയ്യാവുന്ന ലീവ്? പ്രഫിക്സ് ചെയ്യാവുന്ന ഒരു ലീവ് നമുക്ക് പറയാൻ പറ്റുമോ? ഹാഫ് ലീവ് വെക്കേഷൻ പ്രഫിക്സ് ചെയ്യാം, കമ്മ്യൂട്ടഡ് ലീവിന് വെക്കേഷൻ പ്രഫിക്സ് ചെയ്യാം. അത്തരത്തിലുള്ള ലീവുകൾക്ക് വെക്കേഷൻ പ്രഫിക്സ് ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം, പ്രസന്റ്ലി വാട്ട് ഈസ് ദ മാക്സിമം പെൻഷൻ അലൗഡബിൾ ടു എ പാർട്ട് ടൈം കണ്ടിൻജന്റ് എംപ്ലോയി? പാർട്ട് ടൈം കണ്ടിൻജന്റ് എംപ്ലോയിക്ക് അനുവദിച്ചിരിക്കുന്ന മാക്സിമം പെൻഷൻ എത്രയാണ്? ഓർമ്മിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. 11,485 രൂപയാണ് PTC പാർട്ട് ടൈം എംപ്ലോയിക്ക് അനുവദിച്ചിരിക്കുന്ന മാക്സിമം പെൻഷൻ. ഇനി അതിൽ നമ്മൾ ആ പെൻഷന്റെ വിഭാഗത്തിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫാമിലി, ആദ്യം റെഗുലർ ജീവനക്കാരുടെ പെൻഷൻ നമ്മളൊന്ന് പറയുന്നുണ്ട്. മിനിമം പെൻഷൻ 11,500, മിനിമം ഫാമിലി പെൻഷനും 11,500. ക്ലിയർ അല്ലേ? ഓരോ കാര്യം ഒന്നുകൂടെ പറയണം, ആ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. മിനിമം പെൻഷനും മിനിമം ഫാമിലി പെൻഷനും 11,500. ഓർമ്മിച്ചിരിക്കുക. പാർട്ട് ടൈമിന്റെ ഒന്നുകൂടി പറയാം. ഇത് റെഗുലർ ജീവനക്കാരന്റെ മിനിമം പെൻഷനും മിനിമം ഫാമിലി പെൻഷനും ഒന്ന് തന്നെയാണ്. അത് 11,500. അപ്പൊ 11,500-ൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 11,500-ൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? അത് 11,500 കിട്ടും. ഇനി മാക്സിമം പെൻഷൻ എത്രയാ? നമ്മുടെ സ്കെയിലിന്റെ അങ്ങേയറ്റം 1,66,800. അതിന്റെ പകുതിയാണ് മാക്സിമം പെൻഷനായിട്ട് കിട്ടുക. ഈ പെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ ബേസിക് പെൻഷൻ മാത്രമാണ് പറയുന്നത്. അത് DR ഒന്നും അതിൽ വരില്ല എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കുക. ഇനി മാക്സിമം ഫാമിലി പെൻഷൻ എത്രയാ? ശരിക്കും 1,66,800-ന്റെ 30% മാക്സിമം കൊടുക്കാൻ പറ്റും. അതായത് മാക്സിമം ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് 50,040 രൂപയാണ്. അപ്പോ മിനിമം പെൻഷൻ, മിനിമം ഫാമിലി പെൻഷൻ എത്ര? 11,500. മാക്സിമം പെൻഷൻ 83,400. മാക്സിമം ഫാമിലി പെൻഷൻ 50,040. ഇനി പാർട്ട് ടൈമിലേക്ക് വരാം. പാർട്ട് ടൈംകാരാണെങ്കിൽ മിനിമം പെൻഷൻ 5,750. 5,750 അതായത് മറ്റേതിന്റെ 11,500-ന്റെ പകുതി. മിനിമം പെൻഷൻ 5,000. എന്നാൽ മിനിമം ഫാമിലി പെൻഷൻ വീണ്ടും കുറയും, 3,450. മിനിമം പെൻഷൻ 5,750, മിനിമം ഫാമിലി പെൻഷൻ 3,450 ഇൻ ദ കേസ് ഓഫ് പാർട്ട് ടൈം എംപ്ലോയീസ്, പാർട്ട് ടൈം കണ്ടിൻജന്റ് എംപ്ലോയീസ്. ഇനി
മാക്സിമം പെൻഷൻ പാർട്ട് ടൈം കണ്ടിൻജന്റ് എംപ്ലോയീസിന് മാക്സിമം പെൻഷൻ എന്ന് പറയുന്നത് 11,485 പാർട്ട് ടൈം കണ്ടിൻജന്റ് എംപ്ലോയീസിന്റെ മാക്സിമം പെൻഷൻ എന്ന് പറയുന്നത് 11,485. അത് പിന്നെ DAയും കിട്ടും. പാർട്ട് ടൈം കണ്ടിൻജന്റ് എംപ്ലോയീസിന്റെ മാക്സിമം ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് 6,891. 6,891 മാക്സിമം ഫാമിലി പെൻഷൻ ഇൻ ദ കേസ് ഓഫ് കണ്ടിൻജന്റ് എംപ്ലോയീസ്, പാർട്ട് ടൈം കണ്ടിൻജന്റ് എംപ്ലോയീസ്. അപ്പൊ ഇതൊന്ന് നിങ്ങൾ നോക്കി നോക്കണം. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് പ്രൊബേഷനായി കണക്കാക്കാത്തത്? ട്രെയിനിങ് പീരീഡ് പ്രൊബേഷനായിട്ട് കണക്ക് കൂട്ടും, കാഷ്വൽ ലീവ് പ്രൊബേഷനായിട്ട് കണക്ക് കൂട്ടും, വെക്കേഷൻ പീരീഡ് പ്രൊബേഷനായിട്ട് കണക്ക് കൂട്ടും. അപ്പൊ ഇവിടെ നൺ ഓഫ് ദി അബോവ് ആണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം, ദ മാക്സിമം ഏൺ ലീവ് ദാറ്റ് ക്യാൻ ബി ക്രെഡിറ്റഡ് ഇൻ ടു എ ലീവ് അക്കൗണ്ട്. ലീവ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാവുന്ന പരമാവധി ഏൺ ലീവ് എന്ന് പറയുന്നത് 300 ദിവസമാണ്. പലതവണ നമ്മൾ പറഞ്ഞതാണ്. അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് ട്രൂ വിത്ത് റിഗാർഡ് ടു ചാർജ് അലവൻസുമായിട്ട് ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ചാർജ് അലവൻസിന് DA ഇല്ല. ശരിയാണോ? ശരിയാണ്. ചാർജ് അലവൻസിന് DA ഇല്ല. ദെൻ ഇറ്റ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് പാർട്ട് ഓഫ് ബേസിക് പേ. ഇത് അയാളുടെ ബേസിക് പേയുമായിട്ട് ബന്ധപ്പെട്ടല്ല കൊടുക്കുന്നത്. ശരിയാണ്. അയാളുടെ ബേസിക് പേ അല്ല ചാർജ് അലവൻസിന്റെ മാനദണ്ഡം. ഏതാ? അയാളുടെ സ്കെയിൽ ഓഫ് പേയുടെ ഏറ്റവും മിനിമത്തിന്റെ 4% കൊടുക്കാം. അതായത് അയാളുടെ ബേസിക് പേയോ ഇയാളുടെ ബേസിക് പേയോ ആധാരമാക്കിയിട്ടല്ല. അതെ, അയാളും ഇയാളെന്ന് പറഞ്ഞാൽ ചാർജ് എടുത്ത ഉദ്യോഗസ്ഥനും ആരുടെ ചാർജാണോ വഹിച്ചത് അയാളും. അടുത്തത്, അറ്റ് എ ടൈം ഇറ്റ് ക്യാൻ ബി പെയ്ഡ് ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് 3 months. ഒരു സമയത്ത് ഇത് 3 മാസം വരെ ചാർജ് അലവൻസിന് കൊടുക്കാൻ പറ്റുള്ളൂ. അതും ശരിയാണ്. അപ്പൊ ഈ പറഞ്ഞത് 3 ശരിയാ. അപ്പോ ശരി എന്ന് പറഞ്ഞാൽ 3 ശരി. ഓൾ ഓഫ് ദി അബോവ് ആണ് ഇവിടെ ആൻസർ. അടുത്ത ചോദ്യം, an employee working in a higher post got appointment to a lower post. How can we fix the pay? ഒരു എംപ്ലോയി വലിയ ഒരു ബേസിക് പേയിൽ 50,300 വർക്ക് ചെയ്യുന്ന ഒരു ബേസിക് പേയിൽ വർക്ക് ചെയ്യുന്ന ഒരു ജീവനക്കാരൻ, അല്ലെ 45,600 ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഒരു ജീവനക്കാരന് പുതിയതായിട്ട് ഒരു PSC കിട്ടി, ഹൈസ്കൂൾ അധ്യാപകനായിട്ട് PSC കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു ലോവർ പോസ്റ്റിലേക്കാണ് കിട്ടിയത്. ലോവർ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോവർ സ്കെയില്. അപ്പോൾ ഹയർ സ്കെയിലിൽ നിന്ന് ലോവർ സ്കെയിലിലേക്ക് PSC അപ്പോയിൻമെന്റ് കിട്ടിയാൽ അയാളുടെ ബേസിക് പേ ലോവർ സ്കെയിലിലെ തുടക്കത്തിലായിരിക്കും. എന്നാൽ ഒരു ബൈ ട്രാൻസ്ഫർ നിയമനമാണ് കിട്ടിയതെങ്കിൽ അയാൾക്ക് നിലവിലുണ്ടായിരുന്ന പേ പ്രൊട്ടക്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും. അടുത്ത ചോദ്യം, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതുന്നതിനായി TA ലഭിക്കാൻ അർഹതയുള്ള ഒരു ഉദ്യോഗസ്ഥന് പരമാവധി എത്ര അവസരം ലഭിക്കും? TA ലഭിക്കാൻ 2 തവണ മാത്രമേ TA ലഭിക്കുള്ളൂ. അത് ഓർത്തിരുന്നാൽ മതി. അടുത്ത ചോദ്യം, KSR ബാധകമാകുന്ന ആർക്കാണ്? KSR ബാധകമാകുന്നവർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടിൻജന്റ് എംപ്ലോയീസ് KSR ബാധകമല്ല. അവർക്ക് IAS IPS ഓഫീസർമാർക്ക് KSR ബാധകമല്ല. കോൺട്രാക്ട് എംപ്ലോയീസിന് KSR ബാധകമല്ല. സോ ഇവിടെ ആൻസർ നൺ ഓഫ് ദീസ് ആണ്. അടുത്ത ചോദ്യം, മുൻകൂർ അനുമതിയില്ലാതെ തുടർച്ചയായി 3 ദിവസത്തെ വൈകിയുള്ള ഹാജർ ആക്ച്വൽ ലീവ് നഷ്ടപ്പെടുന്നതിന് കാരണമാകും. ഇത് ഏത് നിയമമാണ്? അത് റൂള് 14 നോട്ട് 1 പാർട്ട് 1 KSR ആണ്. നമുക്കറിയാം, ഒരു ജീവനക്കാരൻ 3 ദിവസം ഒരു കലണ്ടർ വർഷത്തിൽ 3 ദിവസം ലേറ്റായി വന്നാൽ അയാൾക്ക് ഒരു കാഷ്വൽ ലീവ് പോകും. 6 ദിവസം ലേറ്റായി വന്നാൽ അയാൾക്ക് 2 കാഷ്വൽ ലീവ് പോകും. ആ രീതിയിലാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അത് ഏതാ റൂൾ എന്നാ ചോദിച്ചാൽ റൂള് 14 നോട്ട് 1 പാർട്ട് 1 KSR ആണ്. DCRG കണക്ക് കൂട്ടുന്നതിനുള്ള സൂത്രവാക്യം ഏതാണ്? സൂത്രവാക്യം ശമ്പളം പ്ലസ് DA/2 ഗുണിക്കണം ക്വാളിഫയിങ് സർവീസ്. അയാളുടെ അവസാനത്തെ ശമ്പളവും അന്നേരത്തെ DAയും കൂട്ടുക, അതിനെ 2 കൊണ്ട് ഹരിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് എത്ര വർഷം സർവീസ് ഉണ്ടോ അതുകൊണ്ട് ഗുണിക്കുക. പേ പ്ലസ് DA/2 ഇൻറ്റു ക്വാളിഫയിങ് സർവീസ്. ആ എടുക്കേണ്ട പേ പ്ലസ് DA എന്ന് പറയുന്നത് അവസാന മാസത്തെ ആണ് ശരിക്കും.
ഏറ്റവും ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ദിവസത്തെ റേറ്റ് ആയിരിക്കണമെന്ന, ലാസ്റ്റ് ഡേയിലെ റേറ്റ് കൊടുക്കാം എന്നാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്നാൽ ചില ഉദ്യോഗസ്ഥർ ഇപ്പൊ മെയ് 31 റിട്ടയർ ആവുന്ന ചില ഉദ്യോഗസ്ഥന്മാര് പിന്നെ മെയ് 26 അല്ലെ മെയ് 29 പ്രൊമോഷൻ ആവും. 2 ദിവസം മുന്നേ പ്രൊമോഷൻ ആവുന്നവരുണ്ട്. ചിലർ 30 വന്ന് ജോയിൻ ചെയ്ത് 31 റിട്ടയർ ആവും. ചിലർ 31 രാവിലെ വന്ന് ജോയിൻ ചെയ്ത് അന്ന് റിട്ടയർ ആവും. അപ്പൊ അവരുടെ റേറ്റ് മാറി. 31 മാത്രമായിട്ട് ഒരു പേ അവരുടെ പോസ്റ്റിൽ റിവൈസ് ചെയ്യും. ഒരു ഫിക്സേഷൻ കിട്ടും അവർക്ക്. ആ ഫിക്സേഷൻ കിട്ടിയ ആനുകൂല്യം എന്തിനെടുക്കാം? ഈ ഗ്രാറ്റുവിറ്റി DCRG കണക്കൂട്ടാൻ എടുക്കാമെന്നാണ് പറഞ്ഞത്. അതാണ് ലാസ്റ്റ് ഡേ റേറ്റ് എന്ന് ഞാൻ പറയാൻ കാരണം. കോമൺലി പറയുമ്പോൾ അവസാനത്തെ ശമ്പളം പ്ലസ് DA ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടോട്ടൽ ക്വാളിഫയിങ് സർവീസ്. ഓക്കെ. KSROകാരൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഗ്രേഡ് 2B ജീവനക്കാർക്ക് ഗ്രേഡ് ഏത് ക്ലാസ്സിൽ യാത്ര ചെയ്യാം? തേർഡ് AC യിലാണ്. അല്ലെങ്കിൽ തേർഡ് AC ആ ട്രെയിനിൽ ഇല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. 2B ജീവനക്കാർക്ക് തേർഡ് AC. ഓക്കെ. ഏറ്റവും അനുവദനീയമായ കുറഞ്ഞ ഇൻസിഡന്റൽ ചാർജ് എത്രയാണ്? അത് നമ്മൾ നിരവധി തവണ പറഞ്ഞത്. ഏറ്റവും മിനിമം ഇൻസിഡന്റൽ ചാർജ് എന്ന് പറയുന്നത് 1/2 DA ആണ്. അടുത്ത ചോദ്യം. ഫാമിലി പെൻഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ല തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഫാമിലി പെൻഷനുമായി ബന്ധപ്പെട്ടതിൽ തെറ്റ്. നോ റിക്കവറി ക്യാൻ ബി മെയ്ഡ്. ഒരു റിക്കവറിയും ഫാമിലി പെൻഷനിൽ നിന്ന് നടത്താൻ പാടില്ല. അത് ശരിയാണ്. ഒരു റിക്കവറി ഫാമിലി പെൻഷനിൽ നിന്ന് ഒരു പിടുത്തവും നടത്താൻ പാടില്ല. ഹയർ റേറ്റ് ഈസ് 50%. ഫാമിലി പെൻഷന്റെ ഉയർന്ന നിരക്ക് എന്ന് പറയുന്നത് 50%. ശരിയാണ്, 50%. അപ്പോ ഇവിടെ an employee can receive family pension along with the salary from government. ഒരു ജീവനക്കാരന് എന്ത് കിട്ടും? ശമ്പളവും ഫാമിലി പെൻഷനും ഒരുമിച്ച് കിട്ടും. വാങ്ങാം. അത് ശരിയാണ്. അപ്പൊ ഇവിടെ നൺ ഓഫ് ദി അബോവ് ആണ് ആൻസർ. അടുത്തത്, സബ്സ്റ്റൻസ് അലവൻസ് ഈസ് ഈക്വൽ ടു. സബ്സിസ്റ്റൻസ് അലവൻസ് എന്തിനും തുല്യമാണ്? ഹാഫ് പേ ലീവ് സാലറിക്ക് തുല്യമാണ്. HPL സാലറിക്ക് തുല്യമാണ് ഒരു സബ്സിസ്റ്റൻസ് അലവൻസിന്റെ ശമ്പളം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. അപ്പൻഡിക്സ് 12A പ്രകാരമുള്ള ലീവ് വിത്തൗട്ട് എത്ര കാലത്തേക്ക് അനുവദിക്കാം? 5 വർഷത്തേക്ക് അനുവദിക്കാൻ പറ്റും. പരമാവധി 5 വർഷത്തേക്ക് അപ്പൻഡിക്സ് ലീവുകളൊക്കെ തന്നെ അനുവദിക്കാൻ പറ്റുകയുള്ളൂ. സ്റ്റാറ്റ്യൂട്ടറി പെൻഷന് വേണ്ട മിനിമം സർവീസ് അത് 10 വർഷമാണ് വേണ്ടത്. ലീവ് നോട്ട് ഡ്യൂ ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഈടാക്കുന്നത്? ഇപ്പം ലീവ് നോട്ട് ഡ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ജീവനക്കാരൻ നേരത്തെ അയാളുടെ അക്കൗണ്ടിൽ ലീവ് ഇല്ലെങ്കിൽ, അയാൾ സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ, സ്ഥിരം നിയമനക്കാരനാണെങ്കിൽ വരാനിരിക്കുന്ന ലീവുകളിൽ നിന്ന് തട്ടിക്കിഴിക്കാം എന്ന വ്യവസ്ഥയിന്മേൽ എടുക്കുന്ന ലീവാണ് ലീവ് നോട്ട് ഡ്യൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്ഥിരമായ ജീവനക്കാർക്ക് മാത്രമേ അനുവദിക്കാറുള്ളൂ. അപ്പോൾ അത് ഏത് അക്കൗണ്ടിൽ നിന്നാണ് പിന്നീട് കുറയ്ക്കാന്ന? അത് HPL നിന്ന് തന്നെയാണ് കുറയ്ക്കുന്നത്. ഹാഫ് പേ ലീവ് അക്കൗണ്ടിൽ നിന്നാണ് കുറയ്ക്കുന്നത്. അടുത്ത റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന, കേൾക്കണേ, ചോദ്യമാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു LDC സർവീസിൽ പ്രവേശിച്ച് 8 വർഷത്തിന് ശേഷം ആദ്യത്തെ ടൈം ബൗണ്ട് ഹയർ ഗ്രേഡിന് അപേക്ഷിച്ചു. എന്നാൽ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് പാസ്സായിട്ടില്ല എന്ന കാരണത്താൽ ഉന്നത ഉദ്യോഗസ്ഥൻ അപേക്ഷ നിരസിച്ചു. ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുക. ഒരു LDC അയാൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തു, ഓക്കെ, MOP പാസ്സായി, പക്ഷേ അക്കൗണ്ട് ടെസ്റ്റിൽ ഓവറൊന്നും പാസ്സായിട്ടില്ല. അപ്പോൾ 8 വർഷം സർവീസായി. അയാൾ എന്ത് ചെയ്തു? അപ്പോൾ അക്കൗണ്ട് ടെസ്റ്റിൽ ഓവർ പാസ്സായില്ലല്ലോ, കുഴപ്പം എന്താ? അയാൾക്ക് പ്രൊമോഷൻ കിട്ടില്ല, അയാൾ LD UD ആവില്ല ഒരിക്കലും. എന്നാൽ അയാൾ 8 വർഷം കഴിഞ്ഞപ്പോൾ എന്തിനപേക്ഷിച്ചു? ഹയർ ഗ്രേഡിന് അപേക്ഷിച്ചു. മേലുദ്യോഗസ്ഥൻ എന്ത് പറഞ്ഞു? നിനക്ക് ഹയർ ഗ്രേഡ് തരില്ല, നീ അക്കൗണ്ട് ടെസ്റ്റ് പാസ്സായിട്ടില്ലല്ലോ. എന്താ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചു. അയാളുടെ നടപടി തെറ്റാണ്. ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷന്റെ നടപടി തെറ്റാണ്. ഗ്രേഡ് വാങ്ങാൻ വേണ്ടി അവർക്ക് എന്ത് വേണ്ട? ഈ അക്കൗണ്ട് ടെസ്റ്റ് പാസ്സാവണമെന്നില്ല. പക്ഷേ അയാൾക്ക് 8 വർഷത്തെ കൊടുക്കാം, അയാൾക്ക് 15 വർഷത്തെ കൊടുക്കാം, അയാൾക്ക് 22 വർഷത്തെയും ഗ്രേഡ് കൊടുക്കാം. പക്ഷേ അയാൾ LDC മാത്രമായിരിക്കും. അയാളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് LDC തന്നെയായിരിക്കും. എന്നാൽ
അയാൾക്ക് ഒരു അക്കൗണ്ട് ടെസ്റ്റ് മാത്രം പാസ്സാവുമ്പോൾ മാത്രമാണ് അയാളുടെ ഡെസ്റ്റിനേഷൻ ചേഞ്ച് ആവുന്നത്. LDC UDC ആവുന്നത്, UDC ജൂനിയർ സൂപ്രണ്ട് ആവുന്നത്, ജൂനിയർ സൂപ്രണ്ട് സീനിയർ സൂപ്രണ്ട് ആവുന്നത്, പേഴ്സണൽ അസിസ്റ്റന്റ് ആവുന്നത്, അക്കൗണ്ട്സ് ഓഫീസർ ആവുന്നത്, IA ആവുന്നത്, അങ്ങനെ. ഇതാണ് അതിൽ വ്യത്യാസം. അടുത്ത ചോദ്യം. തിരുവനന്തപുരത്ത് 5 വർഷമായി ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ അഭ്യർത്ഥന പ്രകാരം കൊല്ലത്തേക്ക് സ്ഥലം മാറ്റി. അയാൾ റിക്വസ്റ്റ് കൊടുത്തിട്ട് കൊല്ലത്തേക്ക് മാറ്റി. എന്നാൽ പിന്നെ താഴെ പറയുന്നവയിൽ ശരിയായത് ഏതാണ്? പ്രിപ്പറേഷൻ ടൈം ആൻഡ് ജേർണി ടൈം ക്യാൻ ബി അലൗഡ്. അത് കൊടുക്കാൻ പറ്റില്ല. റിക്വസ്റ്റഡ് ട്രാൻസ്ഫറിന് പ്രിപ്പറേഷൻ ടൈം ഇല്ല. TA ആൻഡ് പ്രിപ്പറേഷൻ ടൈം ക്യാൻ ബി അലൗഡ്. അത് പ്രിപ്പറേഷൻ ടൈം ഉള്ളതുകൊണ്ട് അത് അലൗഡ് അല്ല. പ്രിപ്പറേഷൻ ടൈം കനോട്ട് ബി അലൗഡ് ബട്ട് ക്യാൻ അലൗ ജേർണി ടൈം. ഓക്കെ, അതാണ് കറക്റ്റ്. റിക്വസ്റ്റഡ് ട്രാൻസ്ഫറിന് പ്രിപ്പറേഷൻ ടൈം കൊടുക്കാൻ പറ്റില്ല, മറിച്ച് ആക്ച്വൽ ജേർണി ടൈം കൊടുക്കാവുന്നതാണ്. റിക്വസ്റ്റഡ് ട്രാൻസ്ഫറിന് പ്രിപ്പറേഷൻ ടൈമായ 6 ദിവസം കൊടുക്കാൻ പാടില്ല, എന്നാൽ ആക്ച്വൽ ജേർണി ടൈം കൊടുക്കാം. ഓക്കെ. അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കുന്നതിനായി അനുവദിക്കാവുന്ന പരമാവധി സ്പെഷ്യൽ കാഷ്വൽ ലീവ് 90 ദിവസം. സ്വകാര്യ ആവശ്യങ്ങൾക്കായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ജീവനക്കാർക്ക് കൺട്രോളിംഗ് ഓഫീസർക്ക് അനുവദിക്കാവുന്ന പരമാവധി ഏൺ ലീവ്, അത് പർപ്പസ് അതാണെങ്കിൽ കൺട്രോളിംഗ് ഓഫീസർക്ക് 120 ഡേയ്സ് വരെ ഏൺ ലീവ് അനുവദിക്കാം. പെർമനന്റ് ട്രാവലിംഗ് അലവൻസ്. അടുത്ത ചോദ്യം. PTA നമുക്കറിയാലോ, പെർമനന്റ് ട്രാവലിംഗ് അലവൻസ് ലഭിക്കുന്നതിന് ഒരു ജീവനക്കാരൻ ഒരു മാസം സഞ്ചരിക്കേണ്ട കുറഞ്ഞ ദൂരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ദൂരം നമ്മൾ നോക്കണ്ട. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അത് PTA ഉള്ള ജീവനക്കാർ 15 ദിവസം യാത്ര ചെയ്തിരിക്കണം മിനിമം. ആ ടൂർ ഡയറിയിൽ അത് എഴുതിയിട്ടും ഉണ്ടാവണം 15 ദിവസം. 15 ദിവസം കുറവാണെങ്കിൽ അതിന് ആനുപാതികമായ തുകയായിരിക്കും കിട്ടുള്ളൂ. അടുത്ത ചോദ്യം. ഫാമിലി പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫാമിലി പെൻഷൻ കാൽക്കുലേഷൻ ഒക്കെയാണ് ചോദ്യം. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ ഈ പേപ്പറിൽ വായ കൊണ്ട് പറഞ്ഞു തരുന്നത് എങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഒരു ചോദ്യം പറയാം, വാക്കാൽ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. താഴെ നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് ഉയർന്ന നിരക്കിലുള്ള ഫാമിലി പെൻഷൻ കണക്കാക്കുക. ചോദ്യത്തെ ഒന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഉയർന്ന നിരക്കിലുള്ള ഫാമിലി പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉയർന്ന നിരക്ക് എപ്പോഴാണ് കൊടുക്കുന്നത്? ഒന്നുകിൽ 56 വയസ്സിൽ റിട്ടയർ ചെയ്തതിന് ശേഷം അയാൾ 7 വർഷത്തിനുള്ളിൽ മരണപ്പെട്ടു. അങ്ങനെ മരണപ്പെട്ടാൽ അവകാശിക്ക് 7 വർഷം വരെ, ഏത് മുതൽ? റിട്ടയർ ചെയ്ത ഡേറ്റ് മുതൽ 63 വയസ്സ് വരെ, അയാൾക്ക് എന്നാണോ 63 ആവുന്നത്, മരണപ്പെട്ടാലും ആവുന്നത് ആ വർഷം വരെ, മരണപ്പെട്ടാലേ ഈ റേറ്റ് കൊടുക്കുകയുള്ളൂ. കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഹയർ റേറ്റാണ്. അതായത് 50%. അവസാന ശമ്പളത്തിന്റെ 50% കൊടുക്കും. ഓക്കെ. ഫാമിലി പെൻഷൻ എപ്പോഴും അവസാന ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ നിൽക്കുന്നത്. ഒരു കാര്യമാണ്. ഇനി സർവീസിലിരിക്കെ ഒരു ജീവനക്കാരൻ മരണപ്പെട്ടു. സർവീസിലിരിക്കെ ഒരു ജീവനക്കാരൻ മരണപ്പെട്ടാലും അയാൾ മരണപ്പെട്ട തീയതി മുതൽ 7 വർഷം വരെ എത്ര കൊടുക്കും? ഉയർന്ന റേറ്റ് ഫാമിലി പെൻഷൻ കൊടുക്കും. അതായത് ലാസ്റ്റ് ബേസിക് പേയുടെ 50% ഉയർന്ന റേറ്റ് എന്ന് പറയുന്നത്, അത് കൊടുക്കും. ഈ ഫാമിലി പെൻഷന്റെ നോർമൽ റേറ്റ് എത്രയല്ലാതെ 30%. ലാസ്റ്റ് ബേസിക് പേയുടെ 30%. ഈ 50% കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഉയർന്ന നിരക്ക് അഥവാ ഹയർ റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ലാസ്റ്റ് ബേസിക് പേ തന്നിട്ടുണ്ട്, ശരാശരി ശമ്പളവും തന്നിട്ടുണ്ട്. ശരാശരി ശമ്പളം നമുക്ക് എന്ത് വേണ്ട? പെൻഷന് കണക്കാക്കിയാൽ മതി. ഇപ്പൊ ലാസ്റ്റ് ബേസിക് പേയുടെ എടുത്താൽ മതി. സർവീസ് പറഞ്ഞിട്ടുണ്ട് 30 വർഷമാണ്. അപ്പോൾ 1,21,500 രൂപയാണ് ഇയാളുടെ ലാസ്റ്റ് ബേസിക് പേ. 1,21,500 രൂപയാണ് ലാസ്റ്റ് ബേസിക് പേ. അത്
അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ 50% കൊടുക്കാം. 60,750 രൂപ ഇയാൾക്ക് ഹയർ റേറ്റ് ആയിട്ട് കൊടുക്കാം. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, ജൂലൈ 4-ന് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചേർന്ന ഒരു LDC ഉന്നത ഉദ്യോഗസ്ഥൻ ആ വർഷത്തേക്ക് 20 കാഷ്വൽ ലീവ് അനുവദിച്ചു. ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുക. അതായത് നമ്മുടെ ഒരു കാഷ്വൽ ലീവ് എന്ന് പറയുന്നത് ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയാണ്. LDCക്ക് 20 ദിവസം കിട്ടും. എന്നാൽ ഈ LDC സർവീസിൽ ജോയിൻ ചെയ്തത് ജൂലൈ 4-ാം തീയതിയാണ്. ഹെഡ് എന്ത് ചെയ്തു? 20 ദിവസവും കാഷ്വൽ ലീവ് കൊടുത്തയക്കുക ഡിസംബർ 31 വരെ. ശരിയാണോ എന്നാ ചോദ്യം. ശരിയാണ്. അത് ഈ കാഷ്വൽ ലീവ് കൊടുക്കാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന്റെ ഒരു പവറാണ്. അയാൾക്ക് വേണമെങ്കിൽ 3 മാസമേ ഉള്ളെങ്കിൽ പോലും 20 കൊടുക്കാം. ഇവിടെ ജൂലൈ 4-ന് ജോയിൻ ചെയ്തയാൾക്ക് ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ 20 ദിവസം കാഷ്വൽ ലീവ് അനുവദിച്ച നടപടി ശരിയാണ്. താഴെ പറയുന്നവയിൽ കോമ്പൻസേറ്ററി അലവൻസ് അല്ലാത്തത് ഏത് എന്നാ ചോദ്യം. കോമ്പൻസേറ്ററി അലവൻസ് എന്ന് പറഞ്ഞാൽ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, അത് കോമ്പൻസേറ്ററി അലവൻസ് ആണ്. ട്രാവലിംഗ് അലവൻസ് കോമ്പൻസേറ്ററി അലവൻസ് ആണ്. വാഷിംഗ് അലവൻസ് കോമ്പൻസേറ്ററി അലവൻസ് ആണ്. HRA കോമ്പൻസേറ്ററി അലവൻസ്. ഇതെല്ലാം അപ്പോൾ ഇവിടെ ഓൾ ആർ കോമ്പൻസേറ്ററി അലവൻസ് എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. ദേശീയ തലത്തിലുള്ള ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കുന്നതിന് എത്ര ദിവസത്തെ സ്പെഷ്യൽ കാഷ്വൽ ലീവ് അനുവദിക്കാം? 30 ദിവസത്തെ സ്പെഷ്യൽ കാഷ്വൽ ലീവ് അനുവദിക്കാം. KSRലെ ഏത് ഭാഗമാണ് യാത്രാപത്തെ ട്രാവലിംഗ് അലവൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? KSRലെ വോളിയം 1 ഭാഗം 2. താഴെ ഏറ്റവും പുതിയ ഭേദഗതി പ്രകാരം നൽകേണ്ട മിനിമം ഫാമിലി പെൻഷൻ എത്ര? അതാ കണ്ടോ, നേരത്തെ വന്ന ചോദ്യം വീണ്ടും വന്നു. ഏറ്റവും മിനിമം ഭേദഗതി എന്ന് പറഞ്ഞാൽ നമുക്ക് 2019 പേ റിവിഷനാണ് ഏറ്റവും പുതിയത്. അത് എഫക്റ്റ് 2021 മിക്കവാറും അതിന് എഫക്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ 2021 പ്രഖ്യാപിച്ച 2019 ഭേദഗതി പ്രകാരം മിനിമം ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് 11,500 നമ്മളിത് നേരത്തെ പറഞ്ഞതാണ്. മിനിമം പെൻഷനും 11,500 മിനിമം ഫാമിലി പെൻഷനും 11,500 ഓർമ്മിച്ചിരിക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് ഫിക്സേഷനാണ് കുറഞ്ഞത് 2 ഇൻക്രിമെന്റുകൾ ഉറപ്പാക്കുന്നത്? 2 ഇൻക്രിമെന്റ്, ലോവർ സ്കെയിലിൽ ഒരു ഇൻക്രിമെന്റ് തന്ന് ഹയർ സ്റ്റേജ് എടുക്കുന്ന ഇൻക്രിമെന്റ്, ആ റൂളാണ് 28A. റൂൾ 28A എന്ന് പറയുന്ന ഫിക്സേഷൻ ആണ് ഏറ്റവും ബെനഫിഷ്യൽ ആയിട്ടുള്ള ഫിക്സേഷൻ എന്ന് പറയുന്നത്. ആ റൂൾ 28A 28 അല്ല കേട്ടോ, റൂൾ 28A എന്തുള്ളത്? 2 ഇൻക്രിമെന്റ് ബെനിഫിറ്റ് ഉറപ്പാക്കുന്നത്. മാത്രമല്ല അതിൽ റീഫിക്സേഷനും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ലോവർ സ്കെയിലിലെ ഇൻക്രിമെന്റിന്റെ ഡേറ്റ് എന്നാണോ അന്ന് ഈ പേ വീണ്ടും റീഫിക്സ് ചെയ്യുകയും ചെയ്യാം. ഫലത്തിൽ ഒരു ഇൻക്രിമെന്റ് കൊടുക്കട്ടെ, ഇൻക്രിമെന്റ് ഡേറ്റ് കിട്ടുക എന്നതിനേക്കാൾ അപ്പുറത്ത് അത് പറയേണ്ടത് ഇൻക്രിമെന്റ് ഡേറ്റ് പ്രൊട്ടക്ട് ചെയ്തും കിട്ടും. എന്താ അതിൻ്റെ അർത്ഥം? ഒരാളുടെ ഇൻക്രിമെന്റ് ജൂലൈയിലാണ്, അയാൾ ജൂണിൽ പ്രൊമോഷനായി. അപ്പോൾ അയാൾക്ക് 28A വെച്ചിട്ട് ജൂണിൽ പ്രൊമോഷൻ കൊടുത്തു. ജൂലൈയിലാണ് അയാളുടെ ഇൻക്രിമെന്റ്, ആ ജൂലൈയിൽ അയാൾക്ക് ഇൻക്രിമെന്റും കിട്ടും. എന്ന് പറഞ്ഞാൽ അവിടെ റീഫിക്സേഷൻ നടക്കുമെന്നർത്ഥം. അപ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഫിക്സേഷൻ എന്ന് പറയുന്നത് റൂൾ 28A ആണ്. ഓക്കെ, ക്ലാസ്സുകൾ എങ്ങനെ? നിങ്ങളൊരു കമൻ്റൊക്കെ പറയണേ. നല്ലതോ മോശമോ, പോരെന്നോ കൊള്ളാമെന്നോ അല്ലെങ്കിൽ സൂപ്പറാണെന്നോ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ ഉണ്ടല്ലോ, അതൊക്കെ വിട്ടൊരു കമൻറ്റുകൾ രേഖപ്പെടുത്തണം എന്നൊരു അഭ്യർത്ഥനയോടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.